എക്സ്ക്യൂസ് മീ കണക്കപ്പിള്ള, എന്തോ ഈ ജി എസ് ടിയും ഇൻകം ടാക്സ് തമ്മിൽ എന്താണ് വ്യത്യാസം? ജി എസ് ടിയും ഇൻകം ടാക്സും തമ്മിലുള്ള വ്യത്യാസം ഇത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ജി എസ് ടി എന്താണെന്ന് ആദ്യം അറിയണം, ഇൻകം ടാക്സ് എന്താണെന്നുള്ളത് ആദ്യം അറിയണം. അപ്പോൾ ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നും ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ജി എസ് ടി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. എല്ലാവർക്കും അറിയാം. 2017 ഇത് നിലവിൽ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ വാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഡബിൾ ടാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജി എസ് ടിയിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒറ്റത്തവണ ടാക്സ് എന്നുള്ള ഒരു ആശയമാണ് ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് സംവിധാനം കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ആർക്കാണ് ജി എസ് ടി എടുക്കാൻ, ആരാണ് അല്ലെങ്കിൽ ജി എസ് ടി എടുക്കാൻ ലയബിൾ ആയിട്ടുള്ളത് ആരാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ജി എസ് ടി ബാധകമാവുന്നതെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ജി എസ് ടി എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ അത് പല രീതിയിൽ അതിലോട്ട് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ടേൺ ഓവറിൻ്റെ ബേസിൽ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് 40 ലക്ഷമാണ് ടേൺ ഓവറായിട്ട് വെച്ചിട്ടുള്ളത്. 40 ലക്ഷം എപ്പോൾ എക്സീഡ് ആവുന്നുണ്ടോ അപ്പോഴും നമ്മൾ ജി എസ് ടി എടുക്കണമെന്നാണ്. അതേസമയം സർവീസ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് 20 ലക്ഷത്തിലോട്ട് ചുരുങ്ങും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സർവീസ് സെക്ടറിൽ 20 ലക്ഷം രൂപ, നമ്മുടെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 40 ലക്ഷം. ഓക്കെ, ഇത് നമ്മുടെ ഒരു ലിമിറ്റാണ് പറയുന്നത്. എപ്പോഴാണോ ഒരു വർഷത്തിൽ നമ്മുടെ ബിസിനസ്സിൽ 20 ലാക്സ് അല്ലെങ്കിൽ 40 ലാക്സ് എക്സീഡ് ആവുമ്പോൾ നമ്മൾ ജി എസ് ടി എടുക്കണം. അതൊന്നും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒരാൾ പറയാണ് ജി എസ് ടി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധനം തരുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതെടുക്കാൻ ബാധ്യസ്ഥരാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗുഡ്സ് കൊടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിക്ക് നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ അവർ പറയാണ് നമുക്ക് ജി എസ് ടി ബില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജി എസ് ടി എടുക്കാൻ ലയബിൾ ആവാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ജി എസ് ടിയുടെ കാര്യങ്ങൾ ഒരുവിധം പറഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പഠിക്കാം. പിന്നെ നമുക്ക് അടുത്ത് ഇൻകം ടാക്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു വ്യക്തി അടയ്ക്കുന്ന നികുതിയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കാം, പ്രൊഫഷണലായിട്ട് അപ്പോൾ പ്രൊഫഷണൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഈവൻ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജി എസ് ടിയിലോട്ടൊക്കെ ലയബിൾ ആവാതെ 20 ലാക്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് മാത്രം ഫയൽ ചെയ്ത് പോയാൽ മതിയാവും. അപ്ഡേറ്റ് അറിയാനായിട്ട് കണക്ക് പിള്ളേ ഫോളോ ചെയ്താൽ മതി.